ന്യൂസ് 18 എക്സ്ക്ലൂസീവ് പ്രതികരണത്തിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലം ഓയൂരിൽ നിന്നും കാണാതായ അബിഗേൽ സാറാ റെജിയുടെ പിതാവ്. മകളെ തട്ടിക്കൊണ്ടുപോയ അജ്ഞാത സംഘത്തിൽ 4 പേർ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടും ഇക്കാര്യം മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അന്വേഷണം പത്മകുമാറിലും ഭാര്യ അനിതകുമാരിയിലും മകളിലും മാത്രം ഒതുക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ 4ാമതായി ഒരു പുരുഷനുണ്ടായിരുന്നു എന്ന കാര്യം ADGPയോട് വെളിപ്പെടുത്തിയിട്ടും അത് തോന്നലായിരിക്കാമെന്നായിരുന്നു ADGPയുടെ പ്രതികരണം. സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് മകളെ തട്ടിക്കൊണ്ടുപോയത് എന്ന പോലീസിന്റെ കണ്ടെത്തൽ ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. മകളെ ജീവനോടെ കണ്ടെത്തേണ്ടിയിരുന്നതിനാലാണ് പോലീസിനെതിരെ പ്രതികരിക്കാതിരുന്നത്. പുനരന്വേഷണം ആവശ്യപ്പെടാനുള്ള ആസ്തി ഇല്ലാത്തതുകൊണ്ടാണ് അതിന് തയ്യാറാകാതെ ഇരിക്കുന്നതെന്നും റെജി ജോൺ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേസുമായി ബന്ധപ്പെട്ട്, അതായത് അബിഗേൽ സാറയെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം വലിയ തരത്തിൽ ആ സമയത്ത് മാധ്യമങ്ങളിൽ ഈ വാർത്ത നിറഞ്ഞു നിന്ന സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോഴത്തെ നിലവില് എന്ന് പറഞ്ഞാല് അന്വേഷണം അത് കോടതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം 30-ാം തീയതി ആയിരുന്നു ഇപ്പൊ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. 30-ാം തീയതിയില് ഇത് കേസ് വീണ്ടും 6-ാം തീയതിയിലേക്ക് പരിഗണിച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഞാൻ വിളിച്ച് തിരക്കിയായിരുന്നു. കാര്യം പത്രത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, കേസ് 30-ാം തീയതിയിലേക്ക് പരിഗണന എടുക്കുന്നുണ്ടെന്നുണ്ട്. അപ്പൊ 30-ാം തീയതി ഞാൻ അന്വേഷിച്ചപ്പോൾ 30-ാം തീയതിയിലെ കേസ് മാറ്റി വീണ്ടും 6-ാം തീയതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഈ സംഭവം ഉണ്ടായി ഈ കുടുംബത്തെ, അതായത് ഈ കുടുംബത്തെ, ഒരു മകളും അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ പിന്നീട് പിടികൂടിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിന്നീട് നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്ര കണ്ട ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ആ ഘട്ടത്തില് റെജിക്കോ ഭാര്യയ്ക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ല, തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു അറിവില് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് ശക്തമായിട്ട് ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാര്യം നമ്മൾ ആ ഒരു ട്രോമ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. പിന്നീട് ഈ കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഒരു ഫാമിലി ഇത്തരത്തിലൊരു ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഇത്രയും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ ചാനലുകള് അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ടൈമില് ഒരിക്കലും ഒരു ഫാമിലി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകും എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു, ഞങ്ങൾ മാത്രമല്ല പൊതുസമൂഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബമാണ് അവര്. വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങള് ഈ രീതിയിൽ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോവാ, ഏതെല്ലാം രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നുള്ള കാര്യം, അവർക്ക് അതിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, കാറുകളുണ്ട്, സാമ്പത്തികമായിട്ടൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ അവരുടെ സ്ഥലമൊക്കെ പോയി കണ്ടതാണ്, ഈ എസ്റ്റേറ്റൊക്കെ പോയി. അപ്പൊ അതിൽ ഒരു ഭാഗം വിറ്റ് കഴിഞ്ഞാൽ തീരുന്ന കടമ അവർക്ക് ഉള്ളായിരിക്കാമെന്നാണ് ഞങ്ങൾക്കും അന്നൊക്കെ കിട്ടിയ വിവരം. അല്ല, അതിനകത്ത് ഇപ്പൊ എനിക്ക് എന്റെ കൂടെ ചോദിച്ചവർ 10 ലക്ഷം രൂപ തരികയാണെങ്കിൽ കുഞ്ഞിനെ വിട്ടു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ 2 കാറ് കണ്ടിട്ട് ആ 2 കാറ് കൊടുത്താൽ പോലും അവർക്ക് 10 ലക്ഷം രൂപ കിട്ടും. അപ്പൊ എന്റെ സംശയം അതല്ല റജി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിച്ചത് നിലവിൽ ആരോപണ വിധേയനായിട്ടുള്ള ADGP MR അജിത് കുമാർ ആയിരുന്നു. അദ്ദേഹമാണ് ഇവരെ വിശദമായി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തു വന്ന് പെട്ടെന്ന് ആർക്കും അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഇന്നതായിരുന്നു സാഹചര്യം, ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ അവർ തയ്യാറാക്കിയതെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ഇത് റജി ഉൾക്കൊണ്ടിട്ടുണ്ട്? അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം റജി വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാര്യം അത്തരത്തിലൊരു സാമ്പത്തിക ബാധ്യത കൊണ്ട് അവർ ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. പക്ഷെ എങ്കിലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തിൽ ഇരിക്കുന്നതും അന്വേഷണം അന്വേഷിച്ച് ആ കാര്യങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ അതിനകത്തോട്ട് കൂടുതൽ ഇൻവോൾവ് ആയില്ല. കാരണം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് ഇന്ന് നമുക്കറിയാം, സമൂഹത്തില് പല കുഞ്ഞുങ്ങളും ഇങ്ങനെ സംഭവത്തില് ഏത് രീതിയിലാണ് സാഹചര്യമുണ്ട്. പക്ഷെ ആ പിന്നീട് ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏക്കാതെ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൈ കിട്ടി. അല്ല, അത് മനസ്സിലാക്കുന്നു. ഞാൻ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം, ഈ 3 പേർക്ക് പുറമെ വേറെ ആരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു സംശയം നിങ്ങൾ പോലീസിനോട് പറയുകയോ
ആ രീതിയിലേക്ക് ഇവർ അന്ന് അന്വേഷണം നടത്തുകയോ ചെയ്തിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു? നമ്മള് പലപ്പോഴും ആ ഒരു അന്വേഷണ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് സാറേ, നമുക്ക് അപ്പം എന്റെ മകൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് 4ാമതൊരാളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് 4ാമതൊരാളല്ല 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. ജോനതൻ അന്ന് പറഞ്ഞത് 4 പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മെയില്, ഒരാണും ഒരു അങ്കിളും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് അന്വേഷണത്തിൽ നമുക്ക് 3 പേരെ ഉള്ളെന്നുള്ളതായിട്ടാണ്. അതായത് ഈ ചിത്രത്തിലേക്ക് ഈ 4ാമതുള്ള അജ്ഞാത വ്യക്തി, നിങ്ങളുടെ മോഹൻ പറഞ്ഞ ഈ അജ്ഞാത വ്യക്തി ഈ എന്ന ആള് പിന്നീട് ഈ ചിത്രത്തിലില്ല, ഈ കേസിൽ മോന് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അന്നും 4 പേരുണ്ടായിരുന്നു, 4 പേരാ അതില് ഫ്രണ്ടിലൊരു അങ്കിളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നേക്കുന്നത് അവർ 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. മോന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുകയുണ്ടായി. അല്ല, ബാക്കി മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായി വരികയും 4ാമതുള്ള ഈ ആളെ പറ്റി ഉള്ള കാര്യം മാത്രം മോന് തോന്നിയതാണ് എന്നാണ് അവർ പറയുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവാർഡ് കൊടുക്കുന്ന തരത്തിലേക്ക് ഇവരെ ഈ പോലീസ് എത്തിയായിരുന്നു അല്ലെ? അതെ, തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ആ ഒരു ഛായാചിത്രം വരയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അവരെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ, അപ്പൊ അവരോട് ചോദിച്ചാൽ അറിയാം. നമുക്ക് അന്ന് വന്ന് ഛായാചിത്രം വരയ്ക്കാൻ വന്നവരുടെ ചോദിച്ചാൽ പോലും അവരന്ന് ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത് വ്യക്തമായിട്ട് മോനും മോളും അവരുടെ മുഖം എങ്ങനെയാണ്, ഏത് ഷേപ്പാണെന്നുള്ളത് വ്യക്തമായിട്ട് അവരാണ് അവർക്ക് ഇത് ചെയ്തു കൊടുത്തത്. അതായത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ രേഖാചിത്രം വരയ്ക്കുകയും അവരെ പിടികൂടാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു കാര്യം, അതായത് ഈ 4ാമതൊരു വ്യക്തി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നെന്ന് ജോനാഥൻ കൊടുത്ത മൊഴിയിൽ പിന്നീട് അന്വേഷണം നടന്നില്ല. അത് പിന്നെ അവര് മകൻ കൊടുത്തു. പക്ഷെ അവര് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു വ്യക്തി ഇല്ല, 3 പേരെ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് ആ കാര്യം വന്നെത്തുകയുണ്ടായി. അല്ല, അങ്ങനല്ല. ഈ 4ാമതൊരു വ്യക്തി ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതാരാണ്? ADGP ആയിരുന്നു? അവരാണ് അന്വേഷണ സംഘമാണ് പറയുന്നത് 4ാമതൊരു വ്യക്തി ഇല്ല എന്നുള്ളത്. ബാക്കി മോൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജോനാഥൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ്. ഈ ഒരു കാര്യം മാത്രമില്ല, ഈ കുടുംബത്തിലേക്ക് അങ്ങ് ഒതുങ്ങി. ഒതുങ്ങി. കാര്യം വെള്ള കാറെന്ന് പറയുന്നു, മറ്റേ ലേഡീസിന്റെ കാര്യങ്ങൾ പറയുന്നു, കാറിൽ പുള്ളിക്കാരൻ തൊപ്പി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്നത് എല്ലാം കറക്റ്റ് ആയിരുന്നു. അവൻ കമ്പ് കൊണ്ട് അടിച്ചെന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നു. വണ്ടിയിൽ തൂങ്ങി അവന്റെ മുട്ട് മുറിഞ്ഞെന്നുള്ളത് പറയുന്നു. അതെല്ലാം എല്ലാ കാര്യങ്ങളും വൈറ്റ് കാറാന്ന് പറയുന്നു. ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ അവൻ അതിന്റെ എല്ലാം പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, 4ാമതൊരാളുണ്ടായിരുന്നു എന്ന്. അതവൻ അന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. പിന്നീട് അതൊരു പുരുഷനായിരുന്നു എന്നാണോ പറഞ്ഞത്? അത് പുരുഷനായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പൊ എന്റെ സംശയമുള്ള കാര്യം, അങ്ങനെ ഇവരെ ഈ 3 പേരിലേക്ക് അന്വേഷണം ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് റജി മനസ്സിലാക്കുന്നത്? റജിക്ക് അപ്പോഴുണ്ടായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് ഒരു അന്വേഷണ സംഘം അന്വേഷിച്ച് അത് 3 പേരാണ്, സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് ചെയ്തത്, അവരങ്ങനെ ചെയ്തതാണെന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞായിരുന്നു. പിന്നെ എന്താണെന്നുള്ളത് ഇനി നിയമം അല്ല, ഇത് ഒരുപാട് കുട്ടികളെ ഇതുപോലെ കാണാതെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന സത്യം നിങ്ങൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മറ്റു കുട്ടികളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിയാൻ സാധിച്ചത് ഇവരുടെ ലിസ്റ്റിൽ തന്നെ കുട്ടികൾ എണ്ണം കൂടുതലുണ്ടെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതായത് ഈ പോലീസ് പിടിച്ചെടുത്ത ലിസ്റ്റിൽ അവരുടെ ഒരു ഡയറിയോ എന്തോ ഒരു ഇതില് അവരുടെ ലിസ്റ്റിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഇത് എണ്ണം ഉണ്ടെന്നുള്ളതാണ് അന്നത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഈ 3 പേർക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യം അല്ല ഇതെന്നാണോ? അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മാത്രമല്ല ഇപ്പോഴും പൊതുസമൂഹം ഇന്നും എല്ലാ ദിവസവും ഒരു വ്യക്തിയെങ്കിലും എന്നെ കാണുമ്പോൾ അത് പറയും, ആ കേസ് എന്തായി, എന്താണ് അതിന്റെ അന്വേഷണം, എങ്ങനെ പോയി, ആ 3 പേരിൽ മാത്രം ഒതുങ്ങിയോ കേസ് എന്ന് ചോദിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഒരു 20-21 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്നു, വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തി, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു, എല്ലാ രീതിയിലും ചെയ്യുന്നു. ആ കുട്ടിയുടെ പിതാവ് എനിക്ക് തോന്നുന്നു പിന്നെ TKM കോളേജില് നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു വ്യക്തിയാണ് എഞ്ചിനീയറിംഗിന്. അതുപോലെ പുള്ളിക്കാരത്തിന്റെ വൈഫ് നല്ല വിദ്യാഭ്യാസവും എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ളൊരു ഫാമിലിയാണ്. പെട്ടെന്ന് അവര് ഈ രീതിയിലേക്ക് പോകും എന്നുള്ളത് തന്നെ ഒരു സംശയാസ്പദമായ ഒരു കാര്യം തന്നെയാണ്.
അതായത് ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ആശയം നടപ്പിലാക്കി പണം സമ്പാദിക്കാമെന്ന അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് താഴാൻ മാത്രമുള്ള ഒരു അറിവല്ല ആ കുടുംബത്തിനുള്ള. ഒരിക്കലും ഇല്ല. അതൊരു നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഒരു അങ്ങനൊരു മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമോ അല്ലെങ്കിൽ അങ്ങനൊരു ക്രൈം ചെയ്ത് ആ ക്രൈമിലൂടെ വന്നൊരു ഫാമിലി ഒന്നും അല്ല നമ്മൾ കണ്ടേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എം.ആർ. അജിത് കുമാർ നടത്തിയ മേൽനോട്ടം വഹിച്ച അന്വേഷണത്തിൽ ഈ രക്ഷിക്കാൻ ശ്രമിച്ചത് ആരെയാണെന്നാണ് നിങ്ങളുടെ സംശയം? എന്താണ്? ഞാനിപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ, ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. കാര്യം എന്റെ ഒരു കുഞ്ഞല്ല, നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നാളെ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ പേരില് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവര് നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് പോകാതെ അന്വേഷണം യഥാർത്ഥമായി പറഞ്ഞാൽ കുറച്ചും കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും എവിടെങ്കിലും എത്തിച്ചേർന്നേ. അല്ല, അങ്ങനെ എന്റെ സംശയം ഒരു കാര്യം കൂടെ, അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയധികം നാളായി ഈ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ അതിലൊരു തുടർന്നൊരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, നമുക്ക് വേണമെങ്കിൽ അന്വേഷണ സംഘത്തിനോട് ഇത് തൃപ്തികരമല്ല, ഇതൊരു പുനരന്വേഷണം വേണമെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സംബന്ധിച്ച് ഒരു ഓപ്പൺ മൈൻഡിൽ ഞാൻ പറയുന്നത് പറയാം, നമ്മുടെ ഒരു വിശ്വാസ രീതി അനുസരിച്ച്, നമ്മുടെ രീതി അനുസരിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ലോകം മുഴുവനും കണ്ണീരോടെ പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞിനെ കിട്ടി. ഇപ്പോഴും നമ്മള് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിന് ആരാണ് ഇത് തെറ്റ് ചെയ്ത്, ആരാണ് കുറ്റം ചെയ്ത്, അല്ല ആരാണ് ഇത് ചെയ്ത്, അവർക്ക് അവരുടെ ശിക്ഷ ദൈവം കൊടുക്കും അല്ലെങ്കിൽ കാലം നാളെ അവർക്ക് കൊടുക്കും എന്നുള്ള നിങ്ങളുടെ വിശ്വാസവുമായി തുടരട്ടെ. അതുമല്ല, ഒരു തുടരന്വേഷണം ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാര്യം നമുക്ക് അതിനുള്ളൊരു ആസ്തിയോ അല്ലെങ്കിൽ അതിനൊരു പിടിപാടോ മറ്റോ കാര്യങ്ങളോ ഇല്ല. എവിടെ എത്തിച്ചേരും, എന്താവും എന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു സന്ദേഹമുണ്ട്, ഈ ഒരു വിഷയത്തിലൊരു സന്ദേഹം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പൊതുസമൂഹത്തിനും ഉണ്ട്, ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പിന്നീട് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥർ എപ്പോഴെങ്കിലും സംസാരിക്കുകയോ ഇതിന്മേൽ തുടർ നടപടികളുമായി മുമ്പോട്ട് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം തരിക, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഒന്നും തന്നിട്ടില്ല. നമ്മള് പിന്നീട് ഇവരുമായിട്ട് ആരുമായിട്ടും സംസാരിച്ചിട്ടില്ല. പിന്നീട് ഞാൻ ഇടയ്ക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇങ്ങനെ കഴിഞ്ഞ 30-ാം തീയതിയിലെ കേസ് എന്തായെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് റജി കേസ് 6-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചേക്കുവാണെന്ന് പറഞ്ഞത്. അതായത് ഈ എം.ആർ. അജിത് കുമാർ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം ഈ ആളുകൾക്ക് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വിശദീകരിച്ചെന്നൊരു നിലപാടിലാണോ നിങ്ങൾ ഈ കുടുംബം ഉള്ളത്? ഞങ്ങളുടെ കുടുംബമല്ല, പൊതുസമൂഹം ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു പ്രസ്താവന ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത് അതിനകത്ത് ചില വാക്കുകൾ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് എന്നുള്ളത് പൊതുസമൂഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്തോട്ട്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ അതിനകത്തോട്ട് ഡീപ്പായിട്ട് കാര്യങ്ങളൊന്ന് നമ്മൾ ആരുടെയും അതിനോടൊരു പ്രതികാര രീതിയിലോ ഒന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് ആരാണോ തെറ്റ് ചെയ്തത്, ആരാണോ ചെയ്തത്, അവർക്ക് ശിക്ഷ ലഭിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ലഭിക്കും എന്നുള്ളൊരു ചിന്താഗതിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് പോകാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ ആ രീതിയിലോട്ട് പോകണം, അല്ലെങ്കിൽ കേസ് ഇത് അന്വേഷണം ശരിയായില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാമ്പത്തികമോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടോ ഒന്നും നമുക്കില്ല. അബിഗെയിൽ സാറാ ജോണിന്റെ പിതാവാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അജിത് കുമാറിനെതിരെ അബിഗെയിലിന്റെ അച്ഛൻ കൃത്യമായിട്ട് രംഗത്തെത്തുന്ന സാഹചര്യം, അന്വേഷണം ഒതുക്കാനുള്ള ശ്രമമാണ് എം.ആർ. അജിത് കുമാർ നടത്തിയത് എന്നുള്ള പ്രതികരണം നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും എം.ആർ. അജിത് കുമാർ പല കാര്യങ്ങളിലും സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ആരോപണം കൂടി ഉയരുകയാണ് ADGPക്കെതിരെ. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, അന്ന് എന്താണ് സംഭവിച്ചത്? എൽദോ, 2023 നവംബർ മാസം 27-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് സഹോദരനോടൊപ്പം നടന്നു വരുന്ന വഴിയിൽ ഓയൂരിൽ വെച്ച് ഈ പറയുന്ന അബിഗെയിൽ സാറാ റജി എന്ന 6 വയസ്സുകാരി, ജോനാഥൻ, ഇവർ ഒരുമിച്ച് നടന്നു വരുന്നതിനിടയിലാണ് ഒരു വാഹനത്തിലെത്തിയ സംഘം 6 വയസ്സുകാരിയെ ബലമായി തട്ടിക്കൊണ്ടു പോകുന്നത്. തന്നെ തട്ടിക്കൊണ്ടു പോകാനുള്ള നീക്കം ജോനാഥൻ എന്ന ഇവളുടെ അനിയൻ ചെറുത്ത് നിൽക്കുകയായിരുന്നു. പിന്നീട് കേരളം മുഴുവൻ ഒരു ദിവസം ഈ കുട്ടി എവിടെയെന്ന് അന്വേഷണം അത് വ്യാപകമായി പോലീസും
മാധ്യമപ്രവർത്തകരും മലയാളികൾ ഒന്നടങ്കം ഈ കുട്ടിയെ തേടിയുള്ള അലച്ചില്ലായിരുന്നു. അതിനുശേഷമാണ് ആശ്രമ മൈതാനത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ 6 വയസ്സുകാരിയെ കണ്ടെത്തുന്ന സാഹചര്യം. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ തട്ടിയെടുക്കാനുണ്ടായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദീകരണമാണ് ഒരുപാട് സംശയങ്ങളിലേക്ക് അന്ന് തന്നെ നയിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ പത്മകുമാർ എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ കുടുംബനാഥന് 10 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. ആ കടം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടതെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അപ്പോൾ തന്നെ ഇത്തരമൊരു വിശദീകരണവുമായി ADGP അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണം നടത്തുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആവർത്തിച്ച് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചതായിരുന്നു. അതായത് 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് ചാത്തന്നൂർ ടൗണിൽ നിന്ന് 250 മീറ്റർ മാത്രം മാറി പത്മകുമാറിനുള്ളത്. അതോടൊപ്പം പോളച്ചിറയിൽ 6.5 ഏക്കർ വരുന്ന സ്ഥലം, ഫാം ഹൗസ്, അതിനകത്ത് തന്നെ 2 വീടുകൾ, 2 ആഡംബര വാഹനങ്ങൾ, മറ്റ് സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ പേരിൽ സ്വത്തുക്കൾ, ഇത്രയധികം സ്വത്തുക്കളുള്ള ഇത്രയധികം ആഡംബര ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു ഗ്രാമപ്രദേശത്ത് വന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്നൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷേ ഇതാണ് സാമ്പത്തിക ബാധ്യത തന്നെയാണ് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ കാരണമെന്ന് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ പ്രതികരിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു പോലീസ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട സംശയമായി അന്നു മുതൽ തന്നെ ഉയർന്നു വന്ന കാര്യം ഈ കുട്ടിയുടെ സഹോദരൻ, അതായത് അബിഗേൽ സാറാ റെജിയുടെ സഹോദരൻ ജോനാഥൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്ന് രേഖാചിത്രം തയ്യാറാക്കിയത്. ഇവരുടെ മുഖസാദൃശ്യവുമായി ഏറ്റവും യോജിച്ചു നിൽക്കുന്ന തരത്തിലായിരുന്നു ആ രേഖാചിത്രം. ആ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് 2 ദിവസങ്ങൾക്കിപ്പുറം ഈ കുടുംബം പിടിയിലാകുന്നത്. സ്വാഭാവികമായി ഈ ജോനാഥൻ പോലീസിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ജോനാഥൻ തന്നെയായിരുന്നു പോലീസിനോടെന്ന് ഈ സംഘത്തിൽ 3 പേരല്ല 4 പേർ ഉണ്ടായിരുന്നു, ഒരു പുരുഷൻ കൂടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന കാര്യം പോലീസിന് മുമ്പിൽ വിശദീകരിച്ചത്. അത് പിതാവ് തന്നെ നമ്മളോട് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ 4ാമത്തെ ആൾ ആരാണ് എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് തോന്നലായിരിക്കാം, അങ്ങനെ ഒരാളില്ല, 3 പേർ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നായിരുന്നു ADGP MR അജിത് കുമാറും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ആവർത്തിച്ചത്. അതുതന്നെയാണ് ഈ അന്വേഷണം ഈ കുടുംബത്തിൽ മാത്രം ഒതുക്കാനുള്ള ബോധപൂർവമായ നീക്കം ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം ആവശ്യപ്പെടാനോ മറ്റ് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനോ ഉള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാലാണ് അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്കൊന്നും കടക്കാതിരുന്നത്. മകളെ ജീവനോടെ എങ്ങനെയെങ്കിലും കൈകളിൽ സുരക്ഷിതയായി കിട്ടുക എന്നത് മാത്രമായിരുന്നു തങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് മറ്റ് പ്രതികരണങ്ങളൊന്നും അന്ന് നടത്താതിരുന്നതെന്നാണ് പിതാവ് നമ്മളോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ 2 കുട്ടികളെ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്തെത്തിച്ച് ആദരിക്കുകയും അവർക്ക് മെഡലുകൾ നൽകുകയും അവർ ധീരമായി ഈ കാര്യങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ചത് കൊണ്ടാണ് ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതെന്നൊക്കെ ഔദ്യോഗികമായി റിലീസ് ഇറക്കിയതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ തന്നെ ചൂണ്ടിക്കാണിച്ച 4ാമത്തെ പുരുഷനെക്കുറിച്ച്, 4ാമത്തെ ആ വ്യക്തി ആരാണ് എന്നതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടക്കാതെ പോയത് എന്ന ദുരൂഹതയുണർത്തുന്ന സംശയമാണ് ഇപ്പോൾ പിതാവ് തന്നെ നമ്മളോട് പങ്കുവെക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് പിന്നിൽ 3 പേർക്ക് മാത്രം ചേർന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി അല്ല ഇത്. 8 പേരുടെ ലിസ്റ്റ് ആ ഡയറിയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകാനായി അവർ പ്ലാൻ ചെയ്ത 8 കുട്ടികളുടെ ലിസ്റ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നത്. അതിലൊരു കുട്ടി മാത്രമാണ് അബിഗേൽ സാറാ റെജി. അങ്ങനെയാണെങ്കിൽ ഈ 3 കുടുംബാംഗങ്ങൾക്ക് പുറമെ മറ്റാരൊക്കെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? അവരെ ബോധപൂർവം ഈ കേസിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഈ വലിയ ദുരൂഹതകളിലേക്കാണ് അബിഗേൽ സാറാ റെജിയുടെ പിതാവ് റെജി ജോൺ നമുക്ക് നൽകി വെളിപ്പെടുത്തൽ വഴിവെക്കുന്നത്. ഡാൻ, ഈ അന്ന് കുട്ടിയെ കണ്ടെത്തിയ ശേഷം ADGP MR അജിത് കുമാർ നടത്തിയ പ്രതികരണമുണ്ട്, നമുക്കത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കേൾപ്പിക്കാം. അതിനു മുമ്പ് ഡാൻ, അന്ന് വളരെ ഒരു കഥ പറയുന്ന കണക്കെയാണ് ADGP ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏതാണ്ട് 10-15 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തും. അതിനു മുമ്പ് ഈ സംശയത്തിന്റെ മുന്നിലേക്ക് ഇപ്പോൾ ഈ പിതാവ് എത്താനുള്ള സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് ADGPക്ക് ഇതിൽ എന്തൊക്കെയോ ഒളിച്ചു കളിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ വരാനുള്ള സാഹചര്യം? അത് റെജിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അതായത് ഈ കുട്ടി തന്നെ പലതവണ അബിഗേൽ സാറാ റെജിയുടെ സഹോദരൻ ജോനാഥൻ പോലീസിനോട് 3 പേരല്ല 4ാമതൊരു പുരുഷൻ കൂടി ആ കാറിൽ ഉണ്ടായിരുന്നുവെന്ന് വളരെ വ്യക്തമായി പറയുകയും
ജോനാഥൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ രേഖാചിത്രം തയ്യാറാക്കി ഇവരെ പിടികൂടാൻ വരെ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ കുട്ടി നൽകിയ വിവരങ്ങളായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ വിവരങ്ങൾ ശരിയായി വരികയും നാലാമതൊരാൾ ഉണ്ട് എന്ന് പറഞ്ഞ കാര്യം മാത്രം എങ്ങനെ തെറ്റായി മാറി, അത് മാത്രം എങ്ങനെ തോന്നലായി എന്നതാണ് അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്ന സംശയം. അതോടൊപ്പം ആ പൊതുസമൂഹം മുഴുവൻ ഈ ആശങ്ക തന്നോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക്, നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്തരം നീക്കങ്ങളിലേക്കൊന്നും കടക്കാതിരുന്നത്. അതിനുള്ള ആസ്തി തനിക്കില്ല എന്നാണ് അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ അന്വേഷണ പരിധിയിൽ 3 പേർ മാത്രം വരികയും ആ 3 പേരെ കുറിച്ച് മാത്രം അന്വേഷണം നടക്കുകയും ആ 3 പേരിൽ അന്വേഷണം ഒതുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയമാണ് അബിഗേൽ സാറയുടെ പിതാവ് നമ്മളോട് പങ്കുവച്ചത്. വരുന്ന ദിവസം കോടതിയിലേക്ക് ഈ കേസ് വീണ്ടും എത്താനിരിക്കുകയാണ്. ഈ പത്മകുമാറിന്റെയും അനിതാകുമാരിയുടെയും മകൾ, യൂട്യൂബർ കൂടിയായ മകൾ, അവർ ജാമ്യത്തിന് അപേക്ഷ നൽകി. അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. അവർ LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഇപ്പോൾ ഒരു അജ്ഞാത കേന്ദ്രത്തിലാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ഇനി കടക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ അബിഗേൽ സാറയുടെ പിതാവ് പങ്കുവെക്കുന്ന ആശങ്ക ഈ സംഘത്തിൽ ഒരു കുടുംബം മാത്രമല്ല, മറ്റ് ചിലർ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ശൃംഖലയാണ് ഇത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണം പത്മകുമാറിന്റെയും അനിതാകുമാരിയുടെയും കുടുംബത്തിൽ മാത്രം ഒതുങ്ങി? ഇതിൽ ബന്ധമുള്ള ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നേരിട്ടോ അല്ലാതെയോ പങ്കാളിത്തം വഹിച്ച മറ്റുള്ളവരിലേക്ക് പോലീസിന്റെ അന്വേഷണം നീളാതിരുന്നതിന്റെ കാരണം എന്താണ്? ഇതടക്കമുള്ള സംശയമുണർത്തുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ അബിഗേൽ സാറയുടെ പിതാവിന്റെ ഈ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. റൈറ്റ്, ഡാൻ കുര്യൻ തുടരണം. നമ്മൾക്ക്